ഹലോ, ഡോക്ടർ ആൻലി റോസ്. ഭക്ഷണം കഴിച്ച ഉടനെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, അതുപോലെ തന്നെ എവിടെയെങ്കിലും യാത്ര പോകാൻ ഇറങ്ങുമ്പോഴേക്കും ടോയ്ലറ്റിൽ പോകണം തോന്നുക, ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണ്? ഇതൊരു അസുഖമാണോ? ഇതാണ് IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. നമുക്കിതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും ഇത് വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു അസുഖം തന്നെയാണിത്. ഇതിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാണ് വയറുവേദന. അതായത് കൂടുതലായിട്ടും ഈ വേദന നമുക്ക് വയറിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വയറിന് വേദന തോന്നുക, അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും വയറ് കമ്പിച്ചിരിക്കുന്ന പോലെ, എപ്പോഴും ഇങ്ങനെ വയറ് വീർത്തിരിക്കുന്ന പോലെ ഒരു അവസ്ഥ. അതിൽ കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞ പോലെ തോന്നുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ മറ്റൊരു ലക്ഷണമാണ് ഇറഗുലർ ആയിട്ടുള്ള ബവൽ ഹാബിറ്റ്സ്. അത് രണ്ട് തരത്തിൽ കാണാറുണ്ട്. IBS ഡയറി ആയിട്ടും IBS കോൺസ്റ്റിപ്പേഷൻ ആയിട്ടും കാണാറുണ്ട്. അതായത് IBS ഡയറി ഉള്ളവരിൽ എപ്പോഴും ലൂസ് മോഷൻ, ഒരു വയറിളക്കം പോലെ അനുഭവപ്പെടും. അതുപോലെ തന്നെ മറിച്ച് IBS കോൺസ്റ്റിപ്പേഷനായിട്ട് കാണുന്നവരിൽ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, അതായത് 2-3 ദിവസം കൂടിയിരിക്കുമ്പോഴേക്ക് വയറ്റിൽ നിന്ന് പോവുക, അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകുമ്പോഴേക്കും വളരെ ഹാർഡായിട്ടുള്ള മോഷൻ പാസ് ചെയ്യുക, ഇതുമൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. എന്താണ് ഇതിൻ്റെ IBSൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് നോക്കാം. അതിൽ മെയിനായിട്ടുള്ളൊരു കാരണമാണ് സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി. ഇതൊക്കെ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാരണമാണ്. അതായത് നമ്മുടെ ബോഡിയിലൊരു സിസ്റ്റമാണ് ബ്രെയിൻ ഗട്ട് ആക്സിസ്. അതായത് നമ്മുടെ ബ്രെയിൻ ആങ്ഷ്യസ് ആകുമ്പോൾ നമ്മുടെ ഗട്ടും ആങ്ഷ്യസ് ആകുന്നു. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒരു താളാത്മകമായ ഒരു ചലനമുണ്ട്, അതാണ് പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ്. ഈ ബ്രെയിൻ ആങ്ഷ്യസ് ആകുമ്പോഴേക്കും ഈ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് കൂടുകയും അത് നമുക്ക് IBSന് കാരണമാവുകയും ചെയ്യും. മറ്റൊരു കാരണമാണ് ചില ഫുഡുകളോടുള്ള അലർജി. അതായത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചപ്പാത്തി, ഓട്സ്, ഇവയിലൊക്കെയുള്ള ഗ്ലൂട്ടൻ എന്ന കണ്ടൻറ്റ് കൂടുതൽ ആൾക്കാരിലും അലർജി ഉണ്ടാക്കുകയും അത് IBS ആയിട്ട് പ്രോഗ്രസ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെയിനായിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് പ്രോട്ടീൻ. ചില പ്രോട്ടീൻസ് ഒക്കെ ചിലർ ഈ ജിമ്മിനൊക്കെ പോയി കൂടുതലായിട്ട് പ്രോട്ടീൻസ് കഴിക്കുമ്പോഴേക്ക് അത് ചിലർക്ക് അലർജി ഉണ്ടാക്കുകയും അത് IBS ആയിട്ട് പ്രോഗ്രസീവ് ആവുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് സെറോട്ടോണിൻ ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടും നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയകളുടെ വ്യത്യാസം കൊണ്ടും IBS കണ്ടുവരാറുണ്ട്. ഇത് നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്ന ഒരു കണ്ടീഷനാണ്. ഇതിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും അതുപോലെ തന്നെ കൃത്യമായ ഒരു ഡയറ്റ് പ്ലാനും അതിനോടൊപ്പം സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിൻസും കൂടി നമ്മൾ എടുത്താൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഡയറ്റ്സ് പ്ലാനും ഒക്കെ പരിചയപ്പെടാം. അപ്പോഴേക്കും ബൈ.